ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓയിലേജ് ക്രഷിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്പിംഗ് ലോഡ്. നമ്മൾ പല ടേമുകൾ ബക്ലിംഗ് ലോഡ്, ക്രഷിംഗ് ലോഡ്, ക്രിപ്പിംഗ് ലോഡ്, അങ്ങനെ പല ടേംസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എ ഹോളോ സിലിണ്ടറിക്കൽ കോളം, അപ്പൊ നമ്മുടെ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കലാന്ന് മാത്രമല്ല അത് ഒരു ഹോളാണ്. അപ്പോൾ ഹോളോ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും നമുക്ക് കിട്ടും. So 120 mm is the external diameter and 20 mm thickness. അതിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റേൺ. അപ്പോൾ കാസ്റ്റേണിന് മേക്ക് ചെയ്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 1/1/600 അസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ സിഗ്മ സിയുടെ വാല്യൂ 550 Nm/MPa നമ്മൾ അസ്യൂം ചെയ്യാം. ഏറ്റവും കൂടുതൽ നമുക്ക് കാസ്റ്റേൺസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നതായിരിക്കാം. So they have given the dimensions as 120 mm as the external diameter and 20 mm as the thickness. So അത് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. 120 mm external diameterും 20 mm thickness എന്ന് പറഞ്ഞാൽ ഇവിടെ 20 mm കുറയും, ഇവിടെ 20 mm കുറയും. ടോട്ടലി 80 mm internal diameterൽ നമുക്കൊരു ഹോളോ സിലിണ്ടറിക്കൽ പോർഷൻ 120 externalും 80 internalും വരുന്നത്. Okay. The column is 4.2 meter long. Length of the column is given as 4.2 meter. One end fixed and the other end hinged. നമ്മുടെ കേസ് നമ്പർ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂ L/√2 എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π² EA/L² എല്ലിന്റെ വാല്യൂ L/√2 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ദ വാല്യൂ ഫോർ ദ യങ്സ് മോഡുലസ് E is given as 80 kN/mm². Compare this load with the crushing load as given by the റാങ്കൈൻസ് ഫോർമുല. ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഓയിലേജ് ക്രിപ്പിംഗ് ലോഡും കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ റാങ്കൈൻസ് ക്രിപ്പിംഗ് ലോഡും കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ വി വിൽ റൈറ്റ് ദ ഗിവൺ ഡാറ്റ ഫസ്റ്റ്. സോ വി ഹാവ് ദ ഡാറ്റാസ് എക്സ്റ്റേണൽ ഡയമീറ്റർ, ഇന്റേണൽ ഡയമീറ്റർ, അതെല്ലാം എഴുതിയിട്ട് നമ്മൾ ആദ്യം ഓയിലേജ് ക്രിപ്പിംഗ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് π² EA/L² ആണ്. സോ ഇതിലത്തെ ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് നോക്കാം. ഇ തന്നിട്ടുണ്ട്, ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഐ എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ടറിക്കൽ പോർഷൻ ആണ്. ഹോളോ സിലിണ്ടറിന്റെ ഐ ഇക്വേഷൻ എന്ന് പറയുന്നത് π/64 d outer into d outer raised to 4 minus d inner raised to 4. സോ അതേപോലെ തന്നെ ഐയുടെ വാല്യൂ ഒരു കാൽക്കുലേറ്റ് π/64, ഔട്ടർ ഡയമീറ്റർ 120, ഇന്നർ ഡയമീറ്റർ 80. 80 വന്നത് നമുക്ക് 20 mm തിക്നെസ് തന്നേക്കുന്നത്. രണ്ട് സൈഡ് 20 വരയ്ക്കാൻ നമുക്ക് 80 കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഐ. സോ π² EII ഡിവൈഡ് ബൈ എല്ലിന്റെ വാല്യൂ നമുക്ക് അറിയണം. നമുക്ക് തന്നിരിക്കുന്ന കോളം 1 end fixed and other end hinged ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ L/√2 ആണ് നമ്മുടെ വാല്യൂ. സോ ഐ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് L is equal to L/√2 and we will be getting the total length as 2969.85 millimeter. So substituting all these values, we will get the value of tripping load as 731.21 kilonewton. So ഇതെന്ന് പറയുന്നത് ഓയിലേജ് ക്രിപ്പിംഗ് ലോഡ് അല്ലെങ്കിൽ PE എന്നുള്ള വാല്യൂ ആണ് ശരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു കമ്പയർ ദിസ് വാല്യൂ വിത്ത് ദ റാങ്കൈൻസ് ക്രിപ്പിംഗ് ലോഡ്. റാങ്കൈൻസ് ക്രിപ്പിംഗ് ലോഡ് ആക്ച്വലി നമുക്ക് സ്ട്രെസ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ആൽഫ എന്നുള്ള കോൺസ്റ്റന്റും ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള ടേം കൂടിയും ആറും കാൽക്കുലേറ്റ് ചെയ്യണം. R is given by പറഞ്ഞത് മൊമെന്റ് ഓഫ് ഇനേഷ്യ I can be written as AR² നമുക്ക് എഴുതാൻ പറ്റും, or R can be written as √I/A എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഫോർ ദ റാങ്കൈൻസ് ക്രിപ്പിംഗ് ലോഡ് ഓർ ക്രഷിംഗ് ലോഡ്. So Rankine's tripping load is given by sigma c into A divided by 1 plus alpha into L/R all square. Sigma c യുടെ വാല്യൂ തന്നിട്ടുണ്ട് 550 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. A is the area of cross section. നമുക്ക് തന്നിരിക്കുന്ന ഹോളോ സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ that is equal to π/4 into d outer square minus d inner square. Okay. And so they have substituted the value π/4 into 120 square minus 80 square divided by 1 plus alpha value തന്നിട്ട് 1/1600 തന്നിട്ടുണ്ട്. So we will be substituting the value. And L we have calculated ഒരു 1 end hinge-നും other end ഫിക്സ്ഡ് ആയിട്ടുള്ള ബീം ആണ്. So L/√2 ആണ് നമ്മുടെ ലെങ്ത്. And we have to calculate the value of R. R is given by the radius of gyration which is given by
r is equal to root of I by a. So we'll be calculating the value of root of I by a. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാം. ഒരിക്കലും നമ്മൾ ആറിന്റെ ഇക്വേഷൻ എടുത്ത് പഠിക്കരുത് കേട്ടോ. ആറിന്റെ ഇക്വേഷൻ ഒരിക്കലും ഇതല്ല. ആറിന്റെ ഇക്വേഷൻ വന്ന് റൂട്ട് ഓഫ് I by a തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയെന്ന് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഇക്വേഷനും പഠിക്കേണ്ടി വരും. കാരണം ഇതിലിപ്പോൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാണ്. നേരെ തിരിച്ച് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്ലസ് ഫോമിലേക്ക് എഴുതിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പവർ സ്ക്വയർ ചെയ്ത് വരുമ്പോൾ അതിന്റെ പവർ റേസ് ടു 6 ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ ഒന്നുകൂടി പറയാതെ എങ്ങനെയാണ് ഇങ്ങനെ എഴുതിയെന്ന്. സോ r is equal to റൂട്ട് ഓഫ് I by a. I എന്ന് പറയുന്നത് pi by 64 d outer raised to 4 minus d inner raised to 4 divided by pi by 4 d outer square minus d inner square. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ആവും. 4ഉം 64ഉം ക്യാൻസൽ, ബാക്കി 16. ആ 16 ആണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഈ ടോപ്പിലുള്ള ടേം d outer raised to 4 minus d inner raised to 4. ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ദിസ് ഈക്വൽ ടു d outer square plus d inner square into d outer square minus d inner square എന്ന് എഴുതാൻ പറ്റും. അതായത് a plus b into a minus b എന്ന് എഴുതി. a square minus b square a plus b into a minus b എന്ന് എഴുതി. അതിന് എക്ക് പകരം പവർ 2 എന്ന് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഡിനോമിനേറ്ററിലെ ഈ മൈനസ് ടേമും ഈ മൈനസ് ടേമും ക്യാൻസൽ ആയി പോകും. റിമൈനിങ് വി വിൽ ഗെറ്റ് d outer square plus d inner square divided by 60 എന്നുള്ള ടേമാണ് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷന് വേണ്ടിയിട്ട് കിട്ടാം. So we will be substituting the value. We will get the value as clipping load, as Rangine's clipping load as 659.46 kilonewton. So R കിട്ടിയാൽ ആറിന്റെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ പകുതി മുക്കാൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ R മാത്രം കിട്ടാൻ ബാക്കിയുണ്ടെന്നുള്ളൂ. We will be substituting the value of R here. So we will be getting the value of Rangine's clipping load as 659.46 kilonewton. So we have to compare the these values. So we will be taking a ratio between Rangine's clipping load and Euler's clipping load. So we will obtain the ratio as 1.09. So that's അത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് പറഞ്ഞാൽ ഡയമീറ്റർ കണ്ടുപിടിക്കാം, തിരിച്ചു ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ അപ്പുറത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. So here is our next question. A hollow cast iron 5 meter long. Cast iron ഒരു കോളാണ്, 5 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്, 5 മീറ്റർ ഉണ്ട്. ബോത്ത് എൻഡ് ഫിക്സ്ഡ്, രണ്ട് എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സോ L is equal to നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2L എന്നുള്ള വാല്യൂണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോറി L is L/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇറ്റ് ഈസ് റിക്വയർഡ് ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് 1100 kilonewton. It is required to support a load of 1100 kilonewton. Okay. The external diameter of the column is 300 mm. Find the thickness. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇതിൽ ലോഡ് തന്നിട്ടുണ്ട്, അവർ തന്നിട്ടുണ്ട്. We have to calculate the thickness. ഇതിൽ റാങ്കിൻസ് ലോഡ് ആണ് തന്നിരിക്കുന്നത്. കാരണം അവർ സ്ട്രെസ്സും Rangine's constant ഒക്കെ വന്നിട്ടുണ്ട്. So it will be, we have to assume that this is a Rangine's load. So taking this as Rangine's load, we have to calculate the thickness of the beam. So വീണ്ടും ഇതൊരു ഹോളോ കോളം ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ആണ്. എക്സ്റ്റേണൽ ഡയമീറ്റർ എന്നും കണ്ടു തന്നിട്ടുണ്ട്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ പോർഷൻ. അതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇന്റേണൽ ഡയമീറ്ററിന്റെ വാല്യൂ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്മോൾ ഡി ഇന്നർ സ്ക്വയർ അല്ലെങ്കിൽ സ്മോൾ ഡി ഇന്നറിന്റെ വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. Okay, so we will be writing our given data. P is equal to 1100 kilonewton. Length of the beam is given as 5 meter. So effective length L/2 2.5 meter. So D is equal to 300 mm. And sigma C 18 Newton per mm square, alpha 1/1600. ഇനി നമ്മൾ റാങ്കിൻസ് ലോഡിന്റെ ഫോർമുല എഴുതുന്നു. റാങ്കിൻസ് ലോഡിന്റെ ഫോർമുല PR is equal to sigma C into A divided by 1 plus alpha into L/R whole square. ഇതിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഡി ഇന്നർ വരുന്നത് അതെല്ലാം ഡി ഇന്നർ ആയിട്ട് അതേപോലെ എഴുതും. ഓക്കെ, പി ആറിന്റെ വാല്യൂ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ ആസ് 1100.
കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സോ അത് അതേപോലെ എഴുതി. ഏരിയയുടെ ഇക്വേഷനിൽ നമുക്ക് ഔട്ടർ സ്ക്വയർ മൈനസ് ഇന്നർ സ്ക്വയർ, അപ്പൊ ഇന്നർ സ്ക്വയർ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, അതേപോലെ നമ്മുടെ ഇക്വേഷനിൽ ആറിന്റെ ഇക്വേഷനിൽ നമുക്കൊരു സ്മോൾ ഡിയുടെ വാല്യൂ വരും. സോ ആറിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, നെഗ്ലേറ്റ് ചെയ്തു, ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എഴുതി, അതിൽ ഡിയും അതേപോലെ തന്നെ എഴുതി. ഇനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോൾ ഡിയുടെ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, സ്മോൾ ഡിയുടെ വാല്യൂ അതേപോലെ കൊടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, വോയിസ് മിസ്സായിട്ടൊന്നുമില്ലല്ലോ അല്ല ചാറ്റ് PPT മിസ്സായിട്ടൊന്നുമില്ലല്ലോ, പ്രസന്റേഷൻ കാണുന്നില്ലേ, വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം അതേപോലെ തന്നെ 1 മിനിറ്റ്, ഇപ്പോൾ പ്രസന്റേഷൻ പോയിന്റ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ റെഡി ആക്കാം. വന്നല്ലേ? ഇറ്റ്സ് ഓക്കെ. സോ നമ്മൾ റാങ്കൈൻസ് ഇക്വേഷൻ എഴുതി. റാങ്കൈൻസ് ഇക്വേഷൻ നമുക്ക് ഏരിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വരുന്നുണ്ട്. ഈ രണ്ട് ടേംസിൽ നമുക്ക് സ്മോൾ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ആ രണ്ടിന്റെ ഇക്വേഷൻ സ്മോൾ ഡയമീറ്റർ വരുന്ന പോലെ തന്നെ അതേപോലെ തന്നെ എഴുതി നമുക്കിവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം അതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ പിആറിന്റെ വാല്യൂ നമുക്ക് അറിയാം, 80 ഇൻറ്റു സിഗ്മ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 80 മെഗാ പാസ്കൽ ഉണ്ട്. അപ്പോൾ 80 അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാരണം 80 ഇവിടെ തന്നിട്ടുണ്ട്, സിഗ്മ സിയുടെ വാല്യൂ 80 കൊണ്ട് തന്നിട്ടുണ്ട്, അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഏരിയയുടെ ഇക്വേഷനിൽ ഔട്ടർ സ്ക്വയർ മൈനസ് ഇന്നർ സ്ക്വയർ ആണ്. ഇന്നർ സ്ക്വയറിന്റെ വാല്യൂ അറിയില്ല, സോ ഇന്നർ സ്ക്വയർ നമ്മൾ സ്മോൾ ഡി എന്നുള്ള പേരിൽ അവിടെ കൊടുത്തു. ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫയുടെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു എൽ ബൈ ആർ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് നമ്മുടെ ബീം എന്തായിരുന്നു, ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആണ്. ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയപ്പോൾ എല്ലിന്റെ വാല്യൂ L/2 ആണ്. ടോട്ടൽ ലെങ്ത് 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ L/2ന്റെ വാല്യൂ 2.5 ആണ്. അപ്പോൾ 2.5 മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 2.5 ഇൻറ്റു 10⁻³ ആയിരിക്കും. ഡിവൈഡ് ബൈ ആറിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയതായിരുന്നു, ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4. അപ്പോൾ ഡിക്ക് പകരം നമ്മൾ ഇത് ഇവിടെ എഴുതിയപ്പോൾ 200 എഴുതിയേക്കുന്നത്, അത് കറക്റ്റ് ചെയ്തോളൂ. ആക്ച്വലി ഇറ്റ് ഈസ് 300 സ്ക്വയർ ആണ്. ഇവിടേക്ക് എഴുതിയപ്പോൾ ഒരു കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇവിടേക്ക് എഴുതിയപ്പോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഡിനോമിനേറ്ററിൽ 300 സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഇനി ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് മാറ്റി എഴുതാം. സോ ഇതിലെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എല്ലാ ടേമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും ആദ്യം. സോ 1100 ഇൻറ്റു 1 പ്ലസ് 1/1600 ഇൻറ്റു ഇത് ഡിവൈഡ് ചെയ്തു. ഈ 4 എന്നുള്ള ടേം ടോപ്പിലേക്ക് പോയി, അപ്പോൾ 4 സ്ക്വയർ, അപ്പോൾ 16 ഇൻറ്റു 2.5 സ്ക്വയർ 10⁻⁶. അങ്ങനെയാണ് ഇത് വന്നത് കേട്ടോ. 4 എന്നുള്ള വാല്യൂ ടോപ്പിലേക്ക് പോയി, അപ്പോൾ നമുക്ക് 16 ആവും. 2.5 ഇത് ടോട്ടൽ ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, 2.5 സ്ക്വയർ ചെയ്തു. 10⁻³ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁶ ആവും. ഡിനോമിനേറ്ററിൽ ഈ 300 സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ, അതിൻ്റെ കൂടെ റൂട്ട് ഉണ്ടായിരുന്നു, ആ റൂട്ടിന് സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് പോയി കിട്ടി. റൈറ്റ് സൈഡിൽ 80 ഇൻറ്റു π/4, അപ്പോൾ 4ഉം 80ഉം വെട്ടി ബാക്കി 20π ഇൻറ്റു 300 മൈനസ് ഡി സ്ക്വയറിനായി. ഓക്കെ, ഇനി വീണ്ടും ഒന്നുകൂടിയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1600 300 ഡി സ്ക്വയർ, ഇത്രയും ടേം ഇത് ഡിനോമിനേറ്ററിൽ വരും. ഇത്രയും ടേമിന് നമ്മൾ ത്രൂ ഔട്ട് ടേമിന് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് അത് നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഈ 1000 ഇത് മൊത്തം ഡിനോമിനേറ്ററിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എല്ലാ കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിനെയും ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യും, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടേം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ഇത്ര വരും. അതായത് 20π ഇൻറ്റു d⁻⁴, 11 ഇൻറ്റു 10⁻⁴ ഡി സ്ക്വയർ. അതായത് ഇതന്നെ എഴുതിയേക്കണ്
1110⁻³ തന്നെയാണ് അവർ 11 × 10⁵ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു d² പ്ലസ് d² വരുമല്ലോ, അത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്ര തന്നെയുള്ളൂ, 11 10⁵ d². ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അത്. മൈനസ് കോൺസ്റ്റൻസ് കുറച്ച് d² പവറില്ലാത്ത കുറച്ച് കോൺസ്റ്റൻസ് വരും, അതെല്ലാം കൂടി ഒരുമിച്ച് എഴുതി 4.07 × 10⁻11 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് നമുക്കൊരു 4th ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതൊരു 4th ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ പുതിയ കാൽക്കുലേറ്ററിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും, പഴയ കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പുതിയ കാൽക്കുലേറ്ററിൽ നമുക്ക് സോൾവ് എന്ന് പറഞ്ഞിട്ട് 4th ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്ലാക്കും വൈറ്റ് ഒക്കെ വരുന്നതായിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ ഉപയോഗിച്ച് 991 അല്ലെങ്കിൽ 100 MS അങ്ങനെ 100 MS ഉണ്ടോ അറിയില്ല, 991 MS 991 ES അതിലൊന്നും 4th ഡിഗ്രി സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് പുട്ട് d² = x, പുട്ട് d² = x എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ d⁴ പകരം x² എന്നാവും, d² പകരം x എന്നാവും. വേറെ ടേംസ് ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിൽ ഇതില് d എന്നുള്ള ഒരു ടേം ഇല്ല, d⁴ d² മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു d കൂടി വന്നാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ സോൾവ് വേണ്ടി വരും. അങ്ങനത്തെ ചോദിക്കാറില്ല. അപ്പൊ ഇതിപ്പോ ഒരു 2nd ഡിഗ്രി ഇക്വേഷനായി. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും, എക്സിന് 2 വാല്യൂസ് കിട്ടും. ഓക്കെ, അതിലത്തെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് വാല്യൂ കിട്ടും, ആ വാല്യൂ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയെന്ന് നോക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു d² ആണ്. എക്സിന് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ d² കൊടുക്കുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ d. അപ്പോ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് അവസാനം ഒരു d⁴, കാരണം ഇവിടെ ഒരു പ്ലസ് d² ഉണ്ട്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു -d² d⁴ ആവും, d² ആവും. മൈനസിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പവർ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് d⁴ എന്നുള്ള പവർ വരും, അത് പ്ലസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ മൈനസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ മൈനസ് വരും. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് d⁴ എന്നുള്ള പവറിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. d⁴ എന്നുള്ള പവറിനെ നമുക്ക് കാൽക്കുലേറ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കുക, ഇക്വേഷനില് d⁴ d⁵ ഒക്കെ മാത്രമേ ഉള്ളൂ, d³ ഒന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറി ആയിട്ട് x = d² എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് ആ ഇക്വേഷൻ ഒന്നുകൊണ്ട് റീറൈറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് d² എന്ന് എഴുതാം, അതിൽ നിന്ന് d യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ d കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ തിക്നെസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, ഫൈൻഡ് ദ തിക്നെസ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ നമുക്കൊന്നുകൂടിയും സോൾവ് ചെയ്യണം. അതായത് നമ്മളിൽ ക്യാപിറ്റൽ D ഉണ്ട്, സ്മോൾ d ഉണ്ട്. അപ്പൊ തിക്നെസ് എന്തായിരുന്നു, ഇതൊരു ഹോളോ സിലിണ്ടർ ആണ്, ഇതാണ് 268, പുറത്തുള്ളതാണ് 300. സോ റിമൈനിങ് ഇത് എത്ര തിക്നെസ് വരും, ഇവിടെ തിക്നെസ് വരും, ഇവിടെ ഒരു തിക്നെസ് വരും, 2 തിക്നെസ് വരും. അപ്പൊ ക്യാപിറ്റൽ D മൈനസ് സ്മോൾ d എന്ന് പറയുന്നത് 2t ആയിരിക്കും. തിക്നെസ് കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 2 കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ D എന്ന് സ്മോൾ d കുറച്ചിട്ട് അതിനെ തിക്നെസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ തിക്നെസ് ആസ് 15.63 mm. ഇതൊക്കെയാണ് ഇതിന് 10 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു ട്വിസ്റ്റിംഗ് ആയിട്ട് അത്യാവശ്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അധികമൊന്നുമില്ല, രണ്ട് ഫോർമുലാസ് പഠിക്കാമല്ലോ, റാങ്കൈൻസ് ലോഡും ഓയിലേഴ്സ് ലോഡും, അത് 2 ലോഡും പഠിക്കുക, ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം, അതുപോലെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി, ഇത് തന്നെ കിട്ടും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒറ്റയടിക്ക് എക്സ്പാൻഡ് ഒറ്റയടിക്ക് ഒരിക്കലും ഇതിലേക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് ഇതിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി എഴുതിയിട്ട് ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്തിയിട്ട് തെറ്റിക്കാതിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതിയിട്ട് സോൾവ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമല്ലോ അല്ലേ? ഇതും ഒരു അപ്ലിക്കേഷൻ ലെവല് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ബക്ലിംഗ് ലോഡ് ഗിവൺ ബൈ ദ റാങ്കൈൻസ് ഫോർമുല ഫോർ ദ
tubular stud hinged at both ends. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് റാങ്കിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആണ്. ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആയിരുന്ന എല്ലിന്റെ വാല്യൂ എൽ തന്നെയാണ്. 6 മീറ്റർ ലോങ് ആണ്. ഔട്ടർ ഡയമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. തിക്നെസ് 2 സെന്റിമീറ്റർ ആണ്. സോ ഇന്നർ ഡയമീറ്റർ 50 മൈനസ് 4 ഇറ്റ് വിൽ ബി 11 സെന്റിമീറ്റർ. അപ്പോൾ സെന്റിമീറ്റർ ആകുന്നതിനൊക്കെ മില്ലിമീറ്റർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. And the Young's modulus is given as 2 × 10⁵ Newton per mm square. Sigma C 567 Newton per mm square. And alpha is equal to 1/1600. So what is the length of the column does the Euler's formula cease to apply? അതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അവർ ഈ സിഗ്മ സിയുടെ വാല്യൂം ആൽഫയുടെ വാല്യൂ ഒക്കെ തന്നിരിക്കുന്നത്. ആദ്യം അവർ പറഞ്ഞേക്കുന്നത് റാങ്കിൻസ് ഫോർമുല വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവർ യൂലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലെങ്ത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഡയറക്റ്റ് ആണ്, അത് പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. റാങ്കിൻസ് ഫോർമുല സിഗ്മ സി ഇൻറ്റു എ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണു. സിഗ്മ സി ഇൻറ്റു എ 1/1 + ആൽഫ × L/R ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 567 തന്നിട്ടുണ്ട്. 567 ഏരിയയുടെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് π/4 ഇൻറ്റു d outer square minus d inner square. ആൻഡ് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്. എൽ ഇസ് നമ്മൾ ബോത്ത് ആൻഡ് ഹിഞ്ചഡ് ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ എല്ലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ 6000 മില്ലിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റേഡിയസ് ഓഫ് ഗൈറേഷൻ വീണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 1/4 d square plus d square. So we will get the value of radius of gyration as 46.5 millimeter. So എല്ലാ വാല്യൂസും കിട്ടി. We will be substituting for the Rankine's gripping load 567 into π/4 into d outer square minus, actually it is wrong. So it is d outer square. ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ PPT ഞാൻ അയച്ചു വരുമ്പോൾ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സ്ക്വയർ ഏരിയ അല്ലേ, സിഗ്മ സി ഇൻറ്റു ഏരിയ അല്ലേ നമ്മുടെ ഇക്വേഷൻ. സിഗ്മ സി ഇൻറ്റു ഏരിയ ആണ് നമ്മുടെ ഇക്വേഷൻ. So it is 150 square minus 110 square plus 1 plus 1 / alpha into L square divided by R square, L/R whole square. Okay. So we'll get the value of Rankine's load as 406.05 kilonewton. ഇനി കിട്ടിയ റാങ്കിൻസ് ലോഡും നമ്മുടെ യൂലേഴ്സ് ലോഡും കൂടി കമ്പയർ ചെയ്തിട്ട് അവർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ അത് റാങ്കിൻസ് ലോഡിലേക്ക് വരുന്ന ആ ലോഡിനെ ഓയിലേഴ്സ് ലോഡ് ആയിട്ട്, അതായത് റാങ്കിൻസ് ലോഡിൽ വരുന്ന ക്രഷിംഗ് സ്ട്രെങ്ത്, റാങ്കിൻസ് ലോഡിൽ നമ്മൾക്ക് വരുന്ന ക്രഷിംഗ് സ്ട്രെങ്ത്തിനെ ഓയിലേഴ്സ് ലോഡായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ് ഈസ് ഗിവൺ ബൈ ഏരിയ ഇൻറ്റു ക്രഷിംഗ് സ്ട്രെസ്. സിഗ്മ സി ഇൻറ്റു എ വിൽ ഗിവ്സ് ദ ക്രഷിംഗ് ലോഡ്. ആ ക്രഷിംഗ് ലോഡിനെ ഓയിലേഴ്സ് ലോഡായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. സോ നമുക്ക് ഏരിയ അറിയാം, സിഗ്മ സിയുടെ വാല്യൂ അറിയാം, π² അറിയാം, ഇ അറിയാം, ഐ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഐ = a² r² അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ π/64 d⁴ അങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് ആർ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വരെ ഐക്ക് പകരം a² r² എന്നുള്ള വാല്യൂ യൂസ് ചെയ്തു. ഓക്കെ, നമുക്കിപ്പോൾ അതേപോലെ തന്നെ π/64 d outer raised to 4 minus d inner raised to 4 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഐ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, π² EA ഡിവൈഡ് ബൈ L² L ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ. എല്ലിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതായത് ക്രഷിംഗ് സ്ട്രെസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഓയിലേഴ്സിന്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വിൽ ബി ഇക്വേറ്റിംഗ് ക്രഷിംഗ് സ്ട്രെങ്ത് വിത്ത് ഓയിലേഴ്സ് gripping ലോഡ്. So we'll get the value of L. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലിന്റെ വാല്യൂ മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. L² ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് കൊടുത്തു. വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് L as 2.743 meter. So ടോട്ടൽ 6 മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിലും ക്രഷിംഗ് ലോഡിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫെയിലിയർ. അതിന് 2.743 ലെങ്ത് ആയിട്ട് കൂടുതൽ വന്നാൽ ബക്കിംഗ് ഫെയിലിയർ ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ ഒരു തവണ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വന്നാൽ കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലും പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനത്തെ പോർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിലിപ്പോൾ ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്സ് ഇത്രയും പോർഷൻ കൊടുക്കും. ബാക്കി ഒരു 3 to 4 മാർക്ക് ആയിരിക്കും ഇത്രയും പോർഷൻ അവർ കൊടുക്കുന്നതായിരിക്കും. കാരണം ഇങ്ങനൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു
കമ്പാരിസൺ ടൈപ്പ് അത്ര കോമൺ ആയിട്ട് എല്ലാവരും പഠിക്കില്ല. എല്ലാവരും ഇക്വേഷൻസ് പഠിക്കും, അതേപോലത്തെ ഡെറിവേഷൻ പഠിക്കും. ഒരു കമ്പാരിസൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം എന്നാലും ഒരു മൈൻഡിൽ കിടന്നോട്ടെ. ഞാനും ചോദിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ നമുക്ക്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടേക്കണം. സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഏറ്റവും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പേര് വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ ആൻസർ പറയുന്ന മോഡലിൽ പ്രിപ്പയർ ചെയ്തിരിക്കട്ടെ. അപ്പോൾ കാൽക്കുലേറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് കൊണ്ടുവച്ചോളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇല്ലാത്തൊരു വേഗം എടുത്തിട്ട് കാൽക്കുലേറ്ററും പാനൊക്കെ എടുത്തിട്ട് വെക്കാം. ഓക്കെ, എ ഹോളോ അലോയ് ട്യൂബ്. നമുക്ക് ട്യൂബാണ്, ലെങ്ത് 5 meter long with diameter 40 mm and 25 mm. അപ്പോൾ ട്യൂബിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ഫൗണ്ട് ടു ബി എക്സ്റ്റെൻഡ് ബൈ 6.4 millimeter. അതായത് ഈ ട്യൂബിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 6.4 millimeter എക്സ്റ്റെൻഡ് ചെയ്യും അണ്ടർ എ ലോഡ് ഓഫ് 60 kN. അതെന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ പറയാ? ആയിക്കോട്ടെ, അവിടെ ഇരിക്കട്ടെ. ഫൈൻഡ് ദ ബക്ലിംഗ് ലോഡ് ഫോർ ദ ട്യൂബ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റഡ് വിത്ത് ബോത്ത് എൻഡ് പിന്നഡ്. ബോത്ത് എൻഡ് പിന്നഡ് എന്ന് പറഞ്ഞാലും ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞാലും സെയിം വാല്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോർഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ബക്ലിംഗ് ലോഡ് യൂസിങ് ബോത്ത് എൻഡ് പിന്നഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, അതുപോലെ തന്നെ സിഗ്മ സിയും അവർ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഓയിലേഴ്സ് ക്രിപ്പിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ π² EI/L². ഈയുടെ വാല്യൂസ് അവർ തന്നിട്ടില്ല. യങ്സ് മോഡുലസിന്റെ വാല്യൂസും അവർ തന്നിട്ടില്ല. അപ്പൊ ഈ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു വാല്യൂ തന്നിരിക്കുന്നത്. ഇറ്റ് വിൽ ഇലോങ്ങേറ്റ് ബൈ 6.4 mm. അതായത് ഒരു ലോഡായിരുന്നു, 5 meter ലെങ്ത് ഉള്ള റോഡായിരുന്നു. അതിൽ ലോഡ് അപ്ലൈ ചെയ്തു. എത്ര ലോഡ് അപ്ലൈ ചെയ്തു? 60 kN അപ്ലൈ ചെയ്തു. 60 kN അപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ബൈ, അതായത് ഡെൽറ്റ എൽ ഈസ് ഗിവൺ ആസ് 6.4 millimeter. ഡെൽറ്റ എല്ലിന്റെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിച്ചു നോക്കാം. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം പഠിച്ചാണ് ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്താണ്. ആരാണ് അവിടെ ഉള്ളത്? മുഹമ്മദ് ഹുസൈൻ അവിടെ ഉണ്ടോ? മുഹമ്മദ് ഹുസൈൻ. മുഹമ്മദ് ഹുസൈൻ. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പണ്ട് പഠിച്ചത്? ആദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത്? ഫസ്റ്റ് സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ഇസ് ഈക്വൽ ടു ഹുസൈൻ ഉറങ്ങാറുന്നു. സ്ട്രെസിന്റെ ഇക്വേഷൻ പറയാണ്ട് എങ്ങനെയാ മോയ്സ് എന്ത് ഇത്ര നാൾ പഠിച്ചിട്ട് എന്താ കാര്യം? അതാ മറ്റേത് പെട്ടെന്ന് ചോദിച്ചത്. സ്ട്രെസിന്റെ ഇക്വേഷൻ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അറിയാതിരിക്കാൻ. മറ്റേതൊക്കെ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താ ചോദിച്ചാൽ എന്താ പറയാത്തത്? വളരെ മോശം കേട്ടാ. ലോഡ് ബൈ ഏരിയ ആദ്യം തൊട്ട് പറയുന്നതാണ്. നമ്മൾ 5 മൊഡ്യൂളിലും പഠിക്കുന്നത് സ്ട്രെസ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല. വളരെ മോശം. സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ എൽ ബൈ. ഈ സ്ട്രെസ് ബൈ സ്ട്രെയിനെ എന്താ പറയാ നമ്മള്? ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പേര് പറയുമല്ലോ. യങ്സ് മോഡുലസ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ യങ്സ്, ഓക്കെ താങ്ക് യു, വോയിസ് ഓഫ് ചെയ്തോ. യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ്സിന് ഞാൻ പി ബൈ എ എന്ന് എഴുതി, സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എല്ലിനെ മുകളിലേക്ക് എഴുതി. എന്നിട്ട് ഇതിൽ നിന്ന് എനിക്ക് ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും, പി എൽ ബൈ എ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ അവർ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നമുക്ക് യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് തന്നിട്ടുണ്ട്, ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്. അത്രയും വാല്യൂസ് വെച്ചിട്ട് നമുക്ക് യങ്സ് മോഡുലസിന്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും വാല്യൂസ് വെച്ച് നമുക്ക് യങ്സ് മോഡുലസിന്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, stress is given by load by area, strain is given by change in length by original length. അപ്പോൾ അതായത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ചെയ്തു, ലോഡ് ഏരിയ ചെയ്തിട്ട് ബാക്കി ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്താൽ നമുക്ക് യങ്സ് മോഡുലസിന്റെ വാല്യൂ കിട്ടി. യങ്സ് മോഡുലസിന്റെ വാല്യൂ കിട്ടിയാൽ യു ക്യാൻ ഫൈൻഡ് ഓയിലേഴ്സ് ക്രിപ്പിംഗ് ലോഡ്. നമുക്ക് പൈ സ്ക്വയർ എ ബൈ എൽ സ്ക്വയർ വാല്യൂ വെച്ചിട്ട് ഓയിലേഴ്സ് ക്രിപ്പിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ moment of inertia is given by 5/64 d outer raised to 4 minus d inner raised to 4. ഓക്കെ, അപ്പൊ ഇതും ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പോ യങ്സ് മോഡുലസ് തന്നിട്ടില്ല എന്നത് മാത്രമാണ് ഒരു ട്വിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ യങ്സ് മോഡുലസ് എങ്ങനെ കിട്ടും ഉള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് അവർ പറഞ്ഞേക്കാം 6.4 mm ഇലോങ്ങേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ആവണം ഡെൽറ്റ എൽ ഇസിക്കൽ ടു പി എൽ ബൈ എ. ഇതും ഏതോർക്കത്തിലും ചോദിച്ചാലും പറയേണ്ട ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ എൽ ബൈ ഇക്വൽ ടു പി എൽ ബൈ എ. ഹുസൈനെ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഭയങ്കര മോശമായിട്ടാണ്. ഓഫ്ലൈൻ ആകുമ്പോൾ നീ ഇതിന്റെ ആൻസർ പറയുന്ന 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഹുസൈനെ വിളിച്ച്. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ കുറെ ആൾക്കാർ നിലവാരം വല്ലാണ്ട് കുറഞ്ഞു എന്ന് ഈ ട്രോളുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതേപോലെ ഹുസൈനെ കുറച്ചുകൂടിയും പഠിക്കുക. നമുക്ക് 1.5 മാസമുള്ളൂ, എന്തായാലും പാസ്സാവണം. അപ്പൊ ഇതോടുകൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഞാൻ സിലിണ്ടർ ആൻഡ് ഷെല്ലാണ് എടുക്കുന്നത്. അതിൽ നമുക്കൊരു 4-5 ക്ലാസ് അത്ര പേരുള്ളൂ. 4 പേരില്ല, 3-4 ക്ലാസ് അതിൽ നമുക്ക് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടിയുള്ള നമുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ. അറ്റൻഡൻസിന് ലിങ്ക് ഇപ്പോൾ ഇതിൽ ഇട്ടുതരാം. അറ്റൻഡൻസ് അതിൽ മാർക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ വേഗം ക്ലോസ് ചെയ്യും, കാരണം എനിക്ക് അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.